നമ്മൾ കംഫർട്ട് ഫുഡ് എന്ന് പറയുവാണെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഒരു ഫേവറേറ്റ് കംഫർട്ട് ഫുഡ് ഉണ്ടാവും. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ മൈൻഡിൽ വരുന്നത് രാജ്മ ചാവലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 5 കംഫർട്ട് ഫുഡ് എടുക്കുവാണെങ്കിൽ എന്തായാലും ഈ ടോപ്പ് 5 ഇതുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് വൈൽഡ് വാലിയുടെ കാശ്മീരി റെഡ് രാജ്മയാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിനകത്ത് ഉപ്പിടാണ്ട് വേവിക്കണം. ഒരു 5 to 6 വിസിൽ മതി. ഉപ്പിട്ട് കഴിഞ്ഞാൽ സംഭവം ഹാർഡായി പോകും. 5 വിസിലിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ ജീരകം, ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, പിന്നെ ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്പ് ചെയ്ത പച്ചമുളക്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യണം. നമുക്കിതെല്ലാം നല്ല രീതിയിൽ സോട്ടേ ആയി വന്നതിന് ശേഷം നമുക്ക് 2 മീഡിയം സൈസ്ഡ് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഓണിയൻ ഇടാം. ഈ ഓണിയൻ ഇട്ടിട്ട് ഓണിയൻ ജസ്റ്റ് ഒന്ന് ബ്രൗണായി വരണം. ബ്രൗണായി വന്നതിന് ശേഷം നമുക്കതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതൊക്കെ ഇട്ട് പച്ച സ്മെല്ല് പോകുന്നവരും ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതും കൂടി ഒരു 1 to 2 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് രാജ്മയുടെ ബോയിൽ ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിച്ചേക്കുന്നത് ഈ ഗ്രേവി കുക്കാവാൻ വേണ്ടി. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന രാജ്മ ഈ ഉപ്പിടാണ്ടത് വേവിച്ചത് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 20 to 25 grams ബട്ടർ ഇടാം അതിനകത്ത്. ഈ ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പോഴത്തേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് മല്ലിയില. ഇപ്പോൾ നമുക്കിത് റൈസിൻ്റെ കൂട്ടത്തിലാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. നമുക്ക് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഴിക്കാം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.